എങ്ങനെയുള്ള നിങ്ങളുടെ ഇഷ്ടം. ഒന്നുകൂടെ ഏറ്റവും മതി. കപ്പ പാമ്പ് കടിച്ചാലും കുഴപ്പമില്ല, കപ്പ കളയരുത്. അപ്പോൾ സ്നേക്സ് ഓൺ ബോർഡിൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ ഇവിടെ നെടുമുടിയിൽ മാത്തൂർ ഭഗവതി ക്ഷേത്രം അല്ലേ, മാത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ അവരുടെ ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് വീണ് കിടക്കുന്നൊരു മരത്തിൻ്റെ മുകളിൽ പെരുമ്പാമ്പും മുട്ടയിരിക്കുന്നവരാണ് വിളിച്ചത്. അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ട നമുക്ക് കാണാം, അത്യാവശ്യം വലിയറായ ലെവലിലായെന്ന് തോന്നിയിരിക്കുന്നത്. പാമ്പ് കുറച്ചുകൂടെ അടിയിലോട്ട് മാറി അവിടെ ഇരിപ്പുണ്ട്. പാമ്പ് ഇതിൻ്റെ താഴത്താണ്, പക്ഷെ ഇത് മാന്തേണ്ടി വരും കേട്ടോ. അത് നോക്കാം നമുക്ക്. എടാ ഇതേ ഈ വഴിയാണ് കയറുന്നത്. ഇത് പൊക്കേണ്ടി വരും. പക്ഷെ ഏത് അവിടെ നിന്നാണ് അവിടെ നിങ്ങൾ ടോൾ അടിച്ചേ ഏണ്ടേ ആ തള്ളയില്ലടാ പാവം. ഇപ്പൊ കാണാവാ അങ്ങോട്ട് ഗ്യാപ്പുണ്ടാ? അത് അങ്ങോട്ട് കയറുന്നല്ലോ. എടാ ഇത് ഫുള്ള് പൊള്ളയായോണ്ടേ. ഓ ഇതാ എൻ്റെ മേത്ത് കൊണ്ടേ അതിന് പണി കിട്ടരുത്. ഇതൊക്കെ ഇതാണ്ട പോ. പിണങ്ങിയിരിക്കുക. തുറക്കില്ലടാ അങ്ങനെ പറയുമായിരിക്കും. അടിമകളല്ലേ. ആ പാരൊന്നര തന്നെ ഈ സൈഡ് കുറച്ചുകൂടെ ഒന്ന് ഇതൊക്കെ ഓപ്പൺ ആക്കാം. പാമ്പുകൾക്കെല്ലാം ഉണ്ട്. കയറുന്നുണ്ടോ? അവിടെ ഒന്ന് മാറ്റി കൊടുത്തു. ആ ചുറ്റൊന്ന് മാറ്റിക്കേ. വാ നവീനും കൊണ്ട് വാ. നവീന് റിവേഴ്സ് ഗിയർ കേട്ടോ. എന്താ പൊന്നോ. എന്തോ അത് സമയമെടുക്കും. മോനെ വാ, പണിയാടാ. കയറി വഴി കണ്ടുപിടിച്ചേക്കുന്നുണ്ടാ? അല്ല പുള്ളി ഇപ്പൊ തുറന്നു വന്നതാ. അവിടെ നിന്ന് മുഹമ്മദ് ഇടിച്ച കണ്ടില്ലേ? കണ്ടാന്നായി. പോയി ഓടിച്ചു പിടിക്കാൻ നടക്കത്തില്ല. നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം മുട്ട ഇരിപ്പുണ്ട്. അപ്പം മുട്ടയ്ക്ക് ഇവിടുത്തെ ചുറ്റുപാടിലുള്ള ഈ തടിയുടെ കഷ്ണവും മണ്ണൊക്കെ നമ്മൾ എടുത്ത് ഇൻക്യുബേഷൻ ചെയ്യാൻ വെക്കാവുന്ന നേരത്ത് അങ്ങനെ ഉള്ള മണ്ണ് ഗുണം ചെയ്യും. അമ്മട്ടി കൊണ്ടുപോയോ? ഇതാ അമ്മട്ടി എടുത്ത്.
പാമ്പും അതുപോലെ തന്നെ 19 മുട്ട നമുക്ക് കിട്ടി. അപ്പം പാമ്പിനെ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറും. മുട്ടകൾ നമ്മൾ ഇൻക്യുബേഷന് വെക്കും. അപ്പോൾ ശരി.